ഷാഫി ഇമാമിനോട് ഒരിക്കൽ തന്റെ ശിഷ്യന്മാർ ചോദിച്ചു, നിങ്ങളുടെ ഈ ബുദ്ധിശക്തിയുടെ പിന്നിലെ രഹസ്യം എന്താണ്? ഇത്രയും വലിയ ബുദ്ധിശക്തി നിങ്ങൾക്കുണ്ടായതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോ സയ്യിദുനാ ഇമാമുനാ ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഉമ്മ എനിക്ക് ഒരിക്കൽ പോലും വുളൂ ഇല്ലാതെ മുല തന്നിട്ടില്ല എന്നതാണ് എന്റെ ബുദ്ധിശക്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു. ഭക്ഷണത്തിന്റെ ശുദ്ധിയാണ് മനുഷ്യന്റെ ശുദ്ധി എന്ന് പറയുന്നത്. പള്ളി ദർസിലെ മുതഅല്ലിമിനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം വീട്ടിൽ മനസ്സറിഞ്ഞ് തയ്യാർ ചെയ്യുന്ന തൃപ്തിപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു എന്നതാണ്. അതാണ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ ഇവിടെ സൂചിപ്പിച്ച കാര്യം. മനസ്സറിഞ്ഞ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴിയുന്നു. അതന്നെയാണ് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ ഏറ്റവും പ്രധാന ഘടകവും. അപ്പൊ ഒന്ന് സ്വാലിഹീങ്ങളുമായുള്ള സഹവാസം ഉണ്ടാകുന്നു, രണ്ടാമത്തേത് ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു. അതൊരു മനുഷ്യന്റെ ജീവിതത്തിന് വലിയ മാറ്റം വരുത്തും. ദർസുകൾക്ക് എന്നും പ്രാധാന്യമുണ്ട്, ഏത് കാലത്തും പ്രാധാന്യമുണ്ട് ദർസുകൾക്ക്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ പരിശോധിച്ചാൽ ദീനീ രംഗത്ത് നേതൃത്വം നൽകുന്ന കെൽപ്പുള്ള ആളുകളെ മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ അത് ദർസിന്റെ സന്തതികളാണ് എന്ന് കാണാൻ പറ്റും. നാലാൾക്കാരുടെ ഇടയിൽ നീച്ചെന്നിട്ട് ചുളിയർന്ന വർത്താനം പറയണമെങ്കിൽ ദർസിന്റെ സന്തതികൾക്കാണ് ഏറ്റവും നന്നായി സാധ്യമാവുക. പിന്നെ ദർസ് കൂടെ പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഉസ്താദിന്റെ ഒപ്പം അങ്ങനെ നടന്നിട്ട് നിക്കാഹിന്റെ പ്രശ്നം വരുമ്പോ, തലാഖിന്റെ പ്രശ്നം വരുമ്പോ, ഫസ്ഖിന്റെ പ്രശ്നം വരുമ്പോ ഉസ്താദ് അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കി മനസ്സിലാക്കിയിട്ടുള്ള അനുഭവജ്ഞാനം അത് വളരെ പ്രധാനമാണ്. അങ്ങനത്തെ ആളുകൾക്കാണ് മഹല്ലത്ത് കൊണ്ടെടുക്കാൻ വേണ്ടി പറ്റുക. എത്ര എഴുതി പഠിച്ചാലും അനുഭവജ്ഞാനത്തിന്റെ ഒഴുക്കെത്തൂല. വിവരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിവരം ഒരു മനുഷ്യൻ അനുഭവിച്ച് പഠിക്കുക എന്നതാണ്. ഈ അനുഭവം ദർസിലൂടെ വരുന്ന ആലിമീങ്ങൾക്ക് ഉണ്ടായിത്തീരുന്നു എന്നതാണ്. അവർ നേതൃപരമായ പങ്ക് വഹിക്കുന്നതിൽ പ്രധാനികളായിത്തീരുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. അതുകൊണ്ട് ദർസിനേക്കാളും പ്രാധാന്യമുണ്ട്.